ശ്രീമതി രമ്യ ആർ, തിരുവനന്തപുരം വെമ്പായം സ്വദേശി, ഭരതനാട്യം, കേരള നടനം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവ ചെയ്തു വരുന്നു. വിവിധ സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ, ഭാരതീയ കലോത്സവം, സഹോദയ കലോത്സവം എന്നീ വേദികളിൽ വിധി നിർണയത്തിനായി പോകുന്നുണ്ട്. വിവിധ സീരിയലുകളിലും സിനിമയിലും നാടകത്തിലും നൃത്ത നാടകത്തിലും അഭിനയിക്കുന്നുണ്ട്. 9 വർഷം കാക്കാരിശി നാടകം പഠിപ്പിക്കുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തു. 15 വർഷമായി തിരുവനന്തപുരം വെമ്പായത്ത് കൃഷ്ണ ഡാൻസ് അക്കാദമി എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. 300ഓളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ നാട്യശ്രീ പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം മരിയൻ പ്ലേ ഹോം സ്പെഷ്യൽ സ്കൂളിലെ ഡാൻസ് ടീച്ചറായി പ്രവർത്തിച്ചു വരുന്നു. നൃത്ത അധ്യാപിക എന്ന നിലയിലാണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രജീഷ നകുൽ, കണ്ണൂർ സ്വദേശി, നർത്തകി. 20 വർഷമായി നൃത്തരംഗത്ത് സജീവ സാന്നിധ്യം. സ്കൂൾ പഠനകാലത്ത് കലാതിലകമായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ നൃത്ത ഇനങ്ങളിലാണ് പ്രഗത്ഭ. 5 വർഷമായി സബ് ജില്ലാ, ജില്ലാ കലോത്സവ വേദികളിൽ വിധികർത്താവായി പ്രവർത്തിച്ചു വരുന്നു. നിരവധി വേദികളിൽ നൃത്തം ചെയ്തിട്ടുണ്ട്. നൃത്തശില്പങ്ങളിൽ അധ്യാപകരോടൊപ്പം നിരവധി വേദികളിൽ അവസരങ്ങൾ ലഭിച്ചു. നാട്യശ്രീ പുരസ്കാരം, വേൾഡ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ നൃത്താർപ്പണ കലാക്ഷേത്രം നൃത്തസംഗീത വിദ്യാലയത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നൃത്ത മേഖലയിലെ പ്രവർത്തനങ്ങൾ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. നാട്യശ്രീ ഗോകുലം ബിന്ദു പ്രദീപ്, തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശി, നർത്തകി. കഴിഞ്ഞ 26 വർഷമായി നൃത്തരംഗത്ത് സജീവ സാന്നിധ്യം. കലൈ കാവേരി കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവ 26 വർഷത്തിലധികമായി പഠിച്ചിട്ടുണ്ട്. 26 വർഷത്തിലധികമായി 500-ലധികം സ്റ്റേജുകളിൽ ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഭക്തിഗാന നൃത്തങ്ങൾ കോറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. 2000-ലധികം വിദ്യാർത്ഥിനികൾ ശിഷ്യഗണങ്ങളായി പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ 29-ാം തീയതി നടക്കുന്ന വേൾഡ് ഗിന്നസിൽ ശ്രീമതി ബിന്ദു പ്രദീപ് ശിഷ്യകളും അവതരിപ്പിക്കുന്ന ഭരതനാട്യം ഉണ്ടായിരിക്കുന്നതാണ്. നിലവിൽ ഗോകുലം മ്യൂസിക് ആൻഡ് ഡാൻസ് സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഗോകുലം മ്യൂസിക് ഡാൻസ് സ്കൂളിൻ്റെ ബ്രാഞ്ചുകൾ നെയ്യാറ്റിങ്കര, മലയൻകീഴ്, പ്രാവച്ചമ്പലം, പുഞ്ചക്കരി, പാപ്പനംകോട് എന്നീ സ്ഥലങ്ങളിൽ ഉണ്ട്. ഇവിടെയെല്ലാം തന്നെ അധ്യാപികയായി പ്രവർത്തിച്ചു വരുന്നു. നൃത്ത അധ്യാപിക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഗ്രേസി കെ വി, വയനാട് പുൽപ്പള്ളി സ്വദേശി, പയ്യമ്പള്ളി സെൻറ്റ് കാതറിൻ ഹൈസ്കൂളിൽ മലയാളം അധ്യാപികയായി ജോലി ചെയ്യുന്നു. പുനർജനി എന്ന ആദ്യ കവിതാ സമാഹാരത്തിന് മഹാത്മാ അയ്യൻകാളി സ്മാരക ഗ്രാമീണ വായനശാല നൽകിയ മഹാത്മാ അയ്യൻകാളി പുരസ്കാരവും കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ കുഞ്ഞുണ്ണി മാഷ് കവിതാ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ സംഗമ വേദിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ജീവകാരുണ്യ പ്രവർത്തക കൂടിയാണ്. സാഹിത്യ പ്രവർത്തനങ്ങളും ധാരാളമായി ചെയ്തു വരുന്നു. വയനാട് മലനാട് ചാനലിൽ അക്ഷരഭൂമിയ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. നാട്യശ്രീ ലയന ലെവൻ, കൊട്ടാരക്കര സ്വദേശി, നർത്തകി, സാമൂഹ്യ പ്രവർത്തക, ഗായിക. 20 വർഷമായി കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. 50ഓളം സ്റ്റേജ് ഷോകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഏഷ്യാനെറ്റ് പ്രോഗ്രാമിലെ ഡാൻസിന് വേണ്ടി കുട്ടികൾക്ക് നൃത്തം അവതരിപ്പിക്കാറുണ്ട്. വൈഷ്ണവി നാട്യകലാക്ഷേത്രം എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇവിടെ മ്യൂസിക്, വയലിൻ, കീബോർഡ് തുടങ്ങിയ കോഴ്സുകളും നടത്തി വരുന്നു. സാമ്പത്തിക ശേഷിയില്ലാത്ത കഴിവുള്ള കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചു വരുന്നു. 8ാമത് മീഡിയ സിറ്റി മോനിഷ നൃത്ത മത്സരത്തിലേക്ക് നിരവധി കുട്ടികളെ പങ്കെടുപ്പിച്ചു. ഡിസംബർ 29-ന് കേരളത്തിൽ ഭരതനാട്യ നർത്തകർ ഒരേ സമയം ഒരേ വേദിയിൽ അണിനിർത്തിക്കൊണ്ട് കലാരംഗത്തെ പ്രഗത്ഭ മാഗസിൻ ഗ്രൂപ്പായ മൃദംഗ വിഷനും നാദം ഓർഗനൈസേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന മൃദംഗനാദം ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് 30ഓളം കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ചു വരുന്നു. സംഗീത നൃത്ത അധ്യാപിക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ എളവൂർ വിജയൻ, എറണാകുളം സ്വദേശി, 1980-ൽ വൈദിക പഠനത്തിനായി കുഴൂൽ അനങ്കാനന്ദ മണ്ഡലി ആശ്രമത്തിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് ക്ഷേത്രശാന്തി കർമ്മരംഗത്ത് പ്രവേശിക്കുകയുണ്ടായി. അഗളി അയ്യപ്പ ക്ഷേത്രം, ബാംഗ്ലൂർ KAF നഗർ അയ്യപ്പ ക്ഷേത്രം, എളവൂർ ഭുവനേശ്വരി ക്ഷേത്രം,
കുറുമശ്ശേരി അനന്തപുരം ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവിടങ്ങളിൽ മേൽശാന്തിയായും ഈശ്വരമംഗലം ഭഗവതി ക്ഷേത്രം പുത്തൻചിറ, കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രം, കരിയാട്ടുംപറമ്പിൽ ഭഗവതി ക്ഷേത്രം തുടങ്ങി കേരളത്തെ പ്രസിദ്ധമായ നിരവധി ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരുന്നു. കഴിഞ്ഞ 35 വർഷമായി ക്ഷേത്ര വൈദിക താന്ത്രിക കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നു. ദൈവിക കർമ്മരംഗത്തും ജ്യോതിഷ രംഗത്തും മികവുറ്റ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക സാഹിത്യ കൂട്ടായ്മയിലും എഴുത്തും പ്രസിദ്ധീകരണങ്ങളും നടത്തുന്നുണ്ട്. കവിതാ രചനയിലും ഇദ്ദേഹം സജീവമാണ്. താന്ത്രിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കലാമണ്ഡലം നാട്യശ്രീ രാജലക്ഷ്മി, കൊല്ലം പുതൂർ സ്വദേശി നർത്തകി. 15 വർഷമായി നൃത്ത അധ്യാപികയായി കലാരംഗത്ത് സജീവമാണ്. കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി വേദികളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. കൊല്ലം കൊട്ടാരക്കര രുദ്ര കലാക്ഷേത്ര ഡാൻസ് അക്കാദമി എന്ന സ്ഥാപനം നടത്തിവരുന്നു. 500ഓളം കുട്ടികളെ ഇതിനോടകം പഠിപ്പിച്ചിട്ടുണ്ട്. വിവിധ സ്കൂൾ, സബ് ജില്ലാ, ഭാരതീയ കലോത്സവം, സഹോദയ കലോത്സവ വേദികളിൽ ജഡ്ജായി പോകുന്നുണ്ട്. 2022 പോണ്ടിച്ചേരിയിൽ സംഗമം ഗ്ലോബൽ അക്കാദമി നടത്തിയ ഭരതനാട്യത്തിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പങ്കെടുക്കുകയും യുണീക്ക് വേൾഡ് റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു. 2024 മീഡിയ സിറ്റി സിനിമ ടെലിവിഷൻ അവാർഡിൽ ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചു. നൃത്ത അധ്യാപിക എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. നാട്യശ്രീ ആർച്ച നിശാന്ത്, കൊല്ലം പാരിപ്പള്ളി സ്വദേശി, 13 വർഷമായി ഡാൻസ് പഠിപ്പിക്കുന്നു. മോഹിനിയാട്ടമാണ് പ്രധാന മേഖല. കേരളത്തിന് അകത്തും പുറത്തുമായി 500-ലധികം പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നൃത്ത നാടകം ചെയ്തും പ്രശസ്തി നേടിയിട്ടുണ്ട്. 8 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ മോഹിനിയാട്ടത്തിലെ പദം, ചൊൽക്കൊട്ട, തില്ലാന, ജതിസ്വരം എന്നിവ കളിച്ച് ലോക പ്രശസ്തി നേടി. കഴിഞ്ഞ 14 വർഷമായി നടനം ഡാൻസ് അക്കാദമി എന്ന പേരിൽ ഡാൻസ് അക്കാദമി നടത്തി വരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഏകദേശം 3000-ലധികം കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ഡിസംബറിൽ എറണാകുളത്ത് നടക്കുന്ന ഭരതനാട്യം ഗിന്നസ് വേൾഡിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു. മീഡിയ സിറ്റി ഫിലിംഫെയർ അവാർഡ് 2024 നാട്യശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നൃത്ത അധ്യാപിക എന്ന നിലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. നാട്യശ്രീ പ്രിയങ്ക രാജേന്ദ്രൻ ജെ, നിരവധി സ്കൂൾ കലാവേദികളിൽ പങ്കെടുക്കുകയും കാലഘട്ടത്തിൽ കലാലയ വേദികൾ നാടകരംഗത്ത് ശോഭിക്കുകയും ചെയ്തു. മോഹിനിയാട്ടമാണ് പ്രധാനമായും ചെയ്തു വരുന്നത്. ആറ്റുകാൽ ദേവീക്ഷേത്രം, ആഴിമല ശിവക്ഷേത്രം എന്നിങ്ങനെയുള്ള ഒട്ടനവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി സ്കൂളുകളിൽ നൃത്ത അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. കലോത്സവങ്ങളിൽ ജഡ്ജായി പോകാറുണ്ട്. സർവകാല പീഠം എന്ന ഡാൻസ് സ്കൂൾ നടത്തി വരികയും ഒട്ടനവധി കലകൾ ഇവിടെ പഠിപ്പിക്കുകയും അതോടൊപ്പം ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുകയും ചെയ്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്നു. മീഡിയ സിറ്റി സിനിമ ടെലിവിഷൻ അവാർഡിൽ ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. നിലവിൽ 100ഓളം കുട്ടികളുടെ അധ്യാപികയായി തുടരുന്നു. നൃത്യ അധ്യാപിക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീജ VS, കൊല്ലം സ്വദേശി, വളരെ ചെറുപ്പം മുതൽ ദൈവദശകം പോലുള്ള ആത്മീയ വിജ്ഞാനങ്ങൾ വായിക്കുമായിരുന്നു. കഥ, കവിത എന്നിവ എഴുതി വരുന്നു. 2001 മുതൽ കേരള ഗവൺമെൻറ് സർവീസിൽ സീനിയർ ക്ലർക്കായി തുടരുന്നു. കവി A. അയ്യപ്പൻ സ്മാരക ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മന്ദാരം പബ്ലിക്കേഷൻ ശ്രാവണം എന്ന കവിത വാക്ക് വരി പൂക്കുന്നു എന്ന ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ മുഖം ഗ്ലോബൽ മാസിക, അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന കേരള എക്സ്പ്രസ് വീക്ക്ലി, നന്മ ഡിജിറ്റൽ മാഗസിൻ എന്നിവയിലും കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധാരാളം കവിതകൾ എഴുതി പ്രശസ്തയായ വ്യക്തിയാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇത്രയും പേരാണ് ഇന്നിവിടെ ഭാരത് സേവക് ഉപഹാരത്തിന് അർഹരായിട്ടുള്ളത്. 2 പേര് എത്തിയിട്ടില്ല. ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ആ 2 പേരിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് അവരെ വിളിക്കുന്നതായിരിക്കും. അടുത്തായി ഇപ്പോൾ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി സൂര്യകവി ജയദേവൻ സാറിനെ വിളിക്കുന്നു. ഡോക്ടർ ജയദേവൻ സാറിനെ ആശംസ അർപ്പിക്കുന്നതിനായി വിളിക്കുന്നു. 3000-ലധികം സൂര്യ കവിതകൾ എഴുതി പ്രശസ്തനായ വ്യക്തിയാണ്. ഇദ്ദേഹത്തെ തിരുവിതാംകൂർ കൊട്ടാരം രാജമുദ്ര നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാര പരിപാടിയുടെ അധ്യക്ഷൻ
ഭാരത് സേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്രൻ സാർ, BSSൻ്റെ മറ്റ് പ്രധാന പ്രവർത്തകർ, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പുരസ്കാര ജേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, BSSൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 5 വയസ്സുള്ള ശിവഹരി മുതൽ ശ്രീ ചാത്തനാത്ത് അച്യുതനുണ്ണി മാഷ് വരെയുള്ളവരെ പ്രായഭേദമില്ലാതെ വർണ്ണ വ്യത്യാസമില്ലാതെ ചേർത്ത് നിർത്തി ആദരിക്കാൻ കഴിയുന്നത് ഭാരത് സേവ സമാജിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുള്ള വസ്തുത ഇവിടെ സൂചിപ്പിക്കുകയാണ്. 2 വർഷം മുമ്പ് ഞാൻ ഈ ഭാരത് സേവ സമാജിൻ്റെ പുരസ്കാരം നമ്മുടെ ആരാധ്യനായ ഡോക്ടർ ബാലചന്ദ്ര സാറിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ പകർന്നു തെറ്റിയ ഊർജം എൻ്റെ എഴുത്തിൻ്റെ വഴികളിൽ ധാരാളം പുരസ്കാരങ്ങൾ നേടുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് രാജമുദ്രയടക്കം ഈ വർഷത്തെ പത്മശ്രീക്കുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ശുപാർശ വരെ എത്താൻ കഴിഞ്ഞത് ഈ ബാലചന്ദ്രൻ സാറിൽ നിന്ന് കിട്ടിയ ഈ ഊർജ്ജമാണെന്ന് എനിക്ക് അഭിമാനപൂർവ്വം ഇവിടെ പറയാൻ കഴിയും. ഇവിടെ പുരസ്കാരം സ്വീകരിക്കുന്ന ഓരോരുത്തരും വരുംകാലങ്ങളിൽ അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുവാൻ ഈ പുരസ്കാരം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ ഇവിടെ പുരസ്കാരത്തിന് എത്തിയിട്ടുള്ള ശിവഹരി, 5 വയസ്സുള്ള ശിവഹരി ഇപ്പോൾ ഒരു സോപാന സംഗീതം ആലപിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ശിവഹരിയെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. കാടിടയം ചെടനടുവിലൊരമ്പളെ തുങ്കതരംഗാമൃതഗംഗാ ചീറ്റും പാമ്പുക ചുടല ചക്കും കത്തും കണ്ണുക മൂന്നെണ്ണം. കാടിടയം ചെടനടുവിലൊരമ്പളെ തുങ്കതരംഗാമൃതഗംഗാ ചീറ്റും പാമ്പുക ചുടല ചാരവും കത്തും കണ്ണുക മൂന്നെണ്ണം. ചന്ദ്രദിവാകര പാവകനിങ്ങനെ ശങ്കര ശങ്കര ഭഗവാനെ കണ്ടാലങ്കൃത ഉഗ്രഭയങ്കര വിരാജിതമയ ശ്രീകണ്ഠം. മന്ത്രം മധുരം സംഗീതാമൃത ചന്ദ്രിക പഴിയും ശ്രീമുഖം കോടി സൂര്യസമ പ്രഭവിരിയും അന്തക കണ്ടക ശിവബദനം ദുഷ്ടമഹാസുരരക്തകപാല ഹാരാലങ്കൃതമാറിടവും കരമതിൽ വിലസിന ശൂലം ചാപം ഡഗഡഗ മന്ത്രമകാത്തുടിയും അജിനതുകൂലാൽ ശോഭിതമാകും കടിതട വിലസിന ശിവരൂപം. അജിനതുകൂലാൽ ശോഭിതമാകും കടിതട വിലസിന ശിവരൂപം. ദേവാസുരഗണ ഗന്ധർവാജയ പൂജിത പാവന പദയുഗളം ഭക്തപ്രിയഹര താണ്ഡവ തഗാടിയനിലുടനെ കൃപയേകൂ. നാസി വിലാസിനി സങ്കട ശ്രീ പാർവതി ദേവി വരമരുളൂ വരമരുളൂ വരമരുളൂ. ത്രിപുരാന്തകഹര താണ്ഡവ പ്രിയഹര ശങ്കര ശിവഹര ഭഗവാനെ ത്രിപുരാന്തകഹര താണ്ഡവ പ്രിയഹര ശങ്കര ശിവഹര ഭഗവാനെ അന്തകൻ അന്തകൻ കാമാന്തക ദക്ഷ വിനാശക ഗൗരിപദേ ശിവ ശിവ ശങ്കര ഗൗരീനായക പന്തളമരും ഭഗവാനെ ശിവ ശിവ ശങ്കര ഗൗരീനായക പന്തളമരും ഭഗവാനെ ശിവ ശിവ ശങ്കര ഗൗരീനായക ശരൺ മീയേ ഭഗവാനെ ശങ്കര ഹൃദയ നിവാസിനി ഗൗരി നാസി വിനാശിനി പാലയ മാം
ശ്രീമതി ജസീന്ത മോറിസ്, കവയത്രി, മോഡൽ, അഭിനേത്രി, സാമൂഹ്യ പ്രവർത്തക, അങ്ങനെ നാനാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി ജസീന്ത മോറിസ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട തന്നെ പറയാം, എല്ലാവരുടെയും ബഹുമാന്യനായ ചെയർമാൻ ബാലേന്ദ്രൻ സർ, ജയ മാം, BSSലെ മറ്റ് ഭാരവാഹികളെ, അവാർഡ് ജേതാക്കളെ, സുഹൃത്തുക്കളെ, ഏറെ ഒരു ധന്യമുഹൂർത്തമാണ് ഇന്നല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചുമിടുക്കൻ ശിവഹരി ഒന്നും കൂടെ പരിഭാവനമാക്കി തന്നു ഇന്നത്തെ ഇത് സായാഹ്നം. 3 വർഷം മുൻപേ എനിക്ക് BSSന്റെ പുരസ്കാരം ലഭിച്ചതാണ്. ഒരു 10-85 പുരസ്കാരങ്ങൾ എനിക്ക് ഈ 20 ബുക്ക് എഴുതിയതുകൊണ്ട് ത്രിഭാഷയിൽ, കൂടാതെ അനേകം ഷോർട്ട് ഫിലിംസ് കഥ, തിരക്കഥ, സംവിധാനം നിർവഹിച്ചതുകൊണ്ടും അഭിനയിച്ചതുകൊണ്ടും, കുറേ പാട്ടുകൾ എഴുതി പാടി അഭിനയിച്ചതുകൊണ്ടും, സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 100-ലേറെ ആദരവുകൾ കഴിഞ്ഞ 30 വർഷമായിട്ട് നേടിയിട്ടുണ്ട്. AG's ഓഫീസിൽ 37 വർഷത്തെ സേവനവും. ഇപ്പോൾ റിട്ടയറായി. ഇത്രയും പുരസ്കാരങ്ങൾ വീട് നിറയെ ഒരു മ്യൂസിയം പോലെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പുരസ്കാരം 3 വർഷം മുൻപ് ഞാൻ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യസ്തത മനസ്സിലാക്കി. ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ പണക്കാരനെന്നോ ദരിദ്രനെന്നോ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളെന്നോ അല്ലെങ്കിൽ കൃഷിക്കാരനെന്നോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അവാർഡ് ജേതാക്കൾക്കെല്ലാം തുല്യത, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുടക്കീഴിൽ എല്ലാവരെയും ഒന്നിച്ച്. പിന്നെ നമ്മളൊരു അവാർഡ് പരിപാടിക്ക് പോയാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, 50,000 രൂപ, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ ഇങ്ങനെ ലേലം വിളിച്ചിട്ടാണ് ഓരോരുത്തർ അവാർഡ് കൊടുക്കുന്നത്. ഒരു അവാർഡിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരു അവാർഡ് പോലും കിട്ടാത്തവർ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാകാൻ പോകുന്ന ഇനിയിപ്പോൾ അത് അമെൻമെൻറ്റോ അതിൻ്റെ എക്സ്പെൻസ് നിങ്ങളെല്ലാവരെയും പൊന്നാടയിട്ട് സ്വീകരിച്ച് നിങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പ്രൊഫൈൽ വായിക്കുന്നു. പലപ്പോഴും പലയിടത്തും മന്ത്രിമാരും MLA-മാരും എല്ലാവരും വരും. നിങ്ങളെ അറിയുക പോലുമില്ല, നിങ്ങളുടെ പ്രൊഫൈൽ തീരെ അറിയില്ല. അവർ വന്നൊരു കർമ്മം നിർവഹിച്ചിട്ട് അങ്ങ് പോകും. നിങ്ങളൊരു അവാർഡ് സ്വീകരിക്കും. പലപ്പോഴും പലരും പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്കാണ് പ്രാധാന്യം. ഇത് നടത്തുന്ന ആൾ തന്നെയാണ് എല്ലാം ഗസ്റ്റായിട്ട്, നിങ്ങളെ അറിയുന്ന ആൾ. നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കിട്ടുന്നത് മുതൽ അദ്ദേഹം നിങ്ങളെ അറിയുന്നു, BSSകാർ നിങ്ങളെ അറിയുന്നു. ഇത് മാധ്യമങ്ങളിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോകുന്നു, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു, നിങ്ങളുടെ ഇമെയിൽ ID-യിൽ നിങ്ങളുടെ ഫോട്ടോ അയച്ചു തരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇങ്ങനത്തെ പരിപാടി എത്ര സംഘടനയാണ് നടത്തുന്നത്. അപ്പം നമ്മൾ ഭാഗ്യമുള്ളവരാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു അവാർഡ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്തരത്തിലുള്ള അവാർഡ് ഒരുപാട് പേർക്ക് ലഭിക്കണം. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള അത് വളരെ ദൂരെ വേറെ സ്റ്റേറ്റിലും ഒക്കെ ഉള്ള ആൾക്കാർ, കഴിവുള്ളവരെയും അറിയപ്പെടാത്തവരെയും ഇവിടെ കൊണ്ടുവന്ന് അവർക്കും അവാർഡ് ലഭിക്കുന്ന രീതിയിൽ ശുപാർശ ചെയ്യുന്നതാണ് എൻ്റെ പരിപാടി. അങ്ങനെ ഇത്തവണയും കുറേ പേര് ഞാൻ ശുപാർശ ചെയ്തു തന്നു. അതിലും ഉപരി ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇനിയിപ്പോൾ അടുത്ത ആശംസ അർപ്പിക്കാനായിട്ട് മനു എസ് കണ്ണൂർ വരും. ഇതിന് മുൻപ് പാലോട് വാസുദേവൻ എന്നൊരു സാഹിത്യകാരൻ, മാറനെല്ലൂർ സുധി, ഇങ്ങനെ കുറേ പേര് അവരൊക്കെ ആശംസ അർപ്പിക്കാനൊക്കെ എത്തിയിട്ടുള്ളവർ. ഇവർക്കെല്ലാവർക്കും പുരസ്കാരം ശുപാർശ ചെയ്തിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ മനു എസ് കണ്ണൂർ, അദ്ദേഹത്തിൻ്റെ മകൾ നർത്തകിക്കും എല്ലാം. അപ്പോൾ അവർ ഈ ദീപശിഖ എന്ന് പറയുന്നത്, നമ്മൾ ദീപം ഒന്ന് കൊളുത്തി ഒരു ദീപമായിട്ട് ഇരിക്കുന്നില്ല, പിന്നിലുള്ള ദീപങ്ങൾ കൊളുത്തി 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 ഇങ്ങനെ പ്രകാശം പൂരിതമായി മാറണം ഈ ഭൂമി. അപ്പോൾ അതേപോലെ ഈ അവാർഡ് എനിക്ക് ലഭിച്ചപ്പോൾ ഇതേപോലെ മറ്റുള്ളവർക്ക് അവാർഡ് ലഭിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ഓരോ പ്രാവശ്യവും ശുപാർശ ചെയ്യുന്ന ആൾക്കാർ പലരും തന്നെ അവരുടെ ആൾക്കാരെ ശുപാർശ ചെയ്ത്, അവരും പ്രവർത്തിക്കുന്ന മേഖലകളിൽ ആൾക്കാരെ ശുപാർശ ചെയ്ത് അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകൾ മാത്രമല്ല, ഫാഷൻ ഷോയിൽ പോകുന്നതുകൊണ്ട് അവിടെയും, അഭിനയത്തിൽ പോകുന്നതുകൊണ്ട് അവിടെയും
ചെറിയൊരു പാട്ട് ഗ്രൂപ്പുണ്ട് സായന്തനം മ്യൂസിക്, അതിലെ ആൾക്കാർ ഇന്നും ഒരു ഗായിക ഇവിടെയുണ്ട് ഗീത അവാർഡ് സ്വീകരിക്കാനായിട്ട്. പബ്ലിഷേഴ്സ്, ഒരു അവാർഡും സ്വീകരിക്കാത്ത പബ്ലിഷറായിരിക്കുന്ന രാജേന്ദ്രൻ സാറിനെ ഞാൻ ഉന്തിത്തള്ളി കൊണ്ടുവന്നു. താങ്കൾ ഇത്രയും ബുക്സ് പബ്ലിഷ് ചെയ്തിട്ട് എല്ലാ എഴുത്തുകാരെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന താങ്കൾക്കൊരു അവാർഡ് കിട്ടണം, അത് ഞാൻ നിർബന്ധിച്ചാണ് കൊണ്ടുവന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് മൂർഖൻ പാമ്പുകളെ എല്ലാവർക്കും അറിയാമല്ലോ, വാവ സുരേഷിനെ അറിയാം. അതേപോലെ മൂർഖൻ പാമ്പുകളെയൊക്കെ പിടിക്കുന്ന രോഷിനി എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ അവരുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്ത മോഡൽസ്, ഫാഷൻ ഡിസൈനേഴ്സ്, എല്ലാവരെയും, ബ്യൂട്ടീഷ്യൻസ്, ഇവിടെ ഇതുപോലെ എല്ലാ മേഖലകളിലെയും ആൾക്കാരെ അംഗീകരിക്കുന്ന ഒരൊറ്റ സംഘടനയാണ് BSS. അതിൻ്റെ സുതാര്യത, മനോവിശാലത, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തെളിയട്ടെ, എല്ലാവരും പ്രശസ്തരാവട്ടെ, ആ പ്രശസ്തി പടരെ. ഇവിടെ നിന്ന് അവാർഡ് സ്വീകരിച്ച് പോകുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങളും പത്രങ്ങളിലെല്ലാം വാർത്തയായി. അവർ പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, പലയിടത്തും അവർ ഗസ്റ്റുകളാകുന്നു. ഇതൊക്കെ സന്തോഷമല്ലേ? അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങൾ ഇന്ന് കൊളുത്തി കിട്ടുന്ന ദീപശിഖ നിങ്ങൾ ഇങ്ങനെ പടർന്നു കൊടുത്തോണ്ടേയിരിക്കുക. നന്ദി, നമസ്കാരം. ശ്രീ മനു സി കണ്ണൻ, അദ്ദേഹം അഭിനേതാവാണ്, അതുപോലെ തന്നെ മീഡിയ സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഭാരത് സേവ സമാജ് ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്ര സർ, അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള എല്ലാ സഹപ്രവർത്തകരും, ഇന്നിവിടെ പുരസ്കാരം വാങ്ങിക്കാൻ എത്തിയിരിക്കുന്നവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. ഭാരത് സേവ സമാജിനെ കുറിച്ച് ഞാനൊന്നും പറയണ്ട, ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് സമയം ഒരുപാടായി. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാനല്ല, ഈ ആദരവ് വാങ്ങിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ജീവിതത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല പ്രവൃത്തിയിലും ഏർപ്പെട്ടിട്ടുള്ളവരാണ്. നിങ്ങളൊക്കെയാണ് വരുന്ന തലമുറയ്ക്ക്, വളർന്നു വരുന്നവർക്കൊരു മാതൃകയാവുന്നവർ. അപ്പം അങ്ങനെ മാതൃകയാവാൻ വേണ്ടിയും പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കാനും അവരെ കലാപരമായ കഴിവുകൾ പോഷിപ്പിക്കാനും വേണ്ടിയാണ് ഭാരത് സേവ സമാജ് ഇവിടെ ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും നിങ്ങൾക്കെല്ലാം ഈ ഒരു പുരസ്കാരം നൽകി. ഈ പുരസ്കാരത്തിന് വെറും നിസ്സാര വില നിങ്ങൾ കാണരുത്. കാരണം ഭാരത് സേവ സമാജ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. അത് എല്ലാ സ്റ്റേറ്റിലും, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ പുരസ്കാരത്തിന് ദേശീയ തലത്തിലുള്ള ഒരു പുരസ്കാരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു പുരസ്കാരത്തിന്, ദേശീയ പുരസ്കാരത്തിന്, അതിൻ്റെ മഹത്വം നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളുടെ പ്രവൃത്തിയും പ്രവർത്തനങ്ങളും ഇനിയുള്ള, ഇതിനു മുമ്പുള്ള ഇതിനേക്കാൾ മികച്ച രംഗത്ത്, ഈ കലാരംഗത്ത്, ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന, ഇല്ലെങ്കിൽ ഏത് രംഗത്ത് നിന്നാണോ നിങ്ങൾ ഈ ദേശീയ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത്, അതിനുശേഷവും കൂടുതൽ കൂടുതൽ മികച്ചതാക്കുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ കഴിവുകൾ നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരിലും എത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിലൊരു സന്തോഷം, ജസീന്ത മേഡം ഇപ്പോൾ സംസാരിച്ചല്ലോ, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, എൻ്റെ ചേച്ചിയാണ്, കുടുംബം, എൻ്റെ മകളും ഒക്കെ ആയിട്ട് നല്ല ഉണ്ണിക്കണ്ണ എന്നാണ് എൻ്റെ മോളെ വിളിക്കുന്നത്. അവർ ഒരുപാട് പുരസ്കാരം, 50-50 മുകളിൽ പുരസ്കാരം ഇതുവരെ നേടിയിട്ടുണ്ട്. അതിൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനിയൻ്റെ കൈകൊണ്ടാണ് അവർ ആദ്യമായിട്ട് ഒരു പുരസ്കാരം വാങ്ങിച്ചത്, മീഡിയ സിറ്റി അവാർഡ്. ഇന്ന് 50 പുരസ്കാരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചേച്ചി ഇവിടെ പറഞ്ഞപ്പോൾ സത്യത്തിൽ വലിയ സന്തോഷമായി. കാരണം നമ്മളോടൊക്കെ കാണിക്കുന്ന ആ ഒരു സ്നേഹം, എനിക്കറിയാം AG's ഓഫീസിലുള്ള സമയത്ത് വർഷങ്ങളായിട്ട് ഉള്ള ബന്ധമാണ് ഒരു സാഹിത്യകാരി എന്നുള്ള നിലയിൽ. അവർ തന്നെയാണ് ഈ BSSൻ്റെ ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയതും. മനു എന്ന് പറയുന്ന ഒരാളുണ്ട്. കാരണം ഞാൻ കൂടുതലും
ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കാറ്. പാവപ്പെട്ടവരെ സഹായിക്കുക, അവർക്ക് അരി, ആഹാരം, ഭക്ഷണം, വസ്ത്രം, മരുന്ന്, അതൊന്നും ആരോടും പറയാറൊന്നുമില്ല. അതൊക്കെ ജസീന മേഡത്തിന് നന്നായിട്ട് അറിയാം. ഞാൻ മേഡം എന്ന് വിളിക്കുന്നത് ഈ സദസ്സിലായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്ക് ചേച്ചിയാണ്, ഞങ്ങൾ സഹോദരങ്ങളാണ്, കൂടപ്പിറപ്പാണ്. എന്തായാലും പുരസ്കാരങ്ങൾ ലഭിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ IB ടീച്ചർ, വെള്ളത്തോൾ കോളേജിൻ്റെ സെക്രട്ടറി സ്ഥാപക അച്യുതൻ സാറ്, പിന്നെ സുനിത ടീച്ചർ, അവരുടെ കുറച്ച് ശിഷ്യർ, ഇവരൊക്കെ മീഡിയ സിറ്റി കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടെ നമ്മളെ ഇതിലുണ്ട്, മോനിഷ ഡാൻസ് ഫെസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ഈ പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ എല്ലാ മേഖലകളിൽ നിൽക്കുന്ന ഈ പുരസ്കാരം ഏറ്റുവാങ്ങിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും നമസ്കാരവും എല്ലാം പങ്കുവെക്കുന്നു. ഇനിയും നിങ്ങൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തായി ശ്രീ ഗോപകുമാർ, സീരിയൽ നാടക നടൻ. ബഹുമാനപ്പെട്ട BSSൻ്റെ ചെയർമാൻ ശ്രീ ബാലേന്ദ്ര സാർ, ജയ മേഡം, സിന്ധു മേഡം, എൻ്റെ സുഹൃത്ത് വിനോദ്, സർവോപരി ഇതിൽ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവാർഡിന് വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റുദ്യോഗസ്ഥർ, സർവോപരി എൻ്റെ മുന്നിലിരിക്കുന്ന അവാർഡ് ജേതാക്കളെ ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ശുഭമുഹൂർത്തം, പല ശുഭമുഹൂർത്തങ്ങളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ നിഷ്കളൻ, സാഹിത്യകാരൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഭാരത് സേവക് സമാജിൻ്റെ സ്തുത്യർഹമായ ഈ വേളയിൽ സന്നിഹിതരായിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യരായ ഭാരവാഹികളെ, എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത് എൻ്റെ ഒരു കവിതാ സമാഹാരം പുസ്തകം സദ്ഭാവന ട്രസ്റ്റ് ഭാരത് സേവക് സമാജിൻ്റെ മറ്റൊരു വിങ്ങാണ്, അവിടുന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ജില്ലാ ലൈബ്രറി തലത്തിൽ കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ പുസ്തകമേള നടക്കുകയാണ്. 14-ാം തീയതി ആലപ്പുഴയാണ്. അവിടെ ഈ ഭാരത് സമാജിൻ്റെ കീഴിലുള്ള സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തകമേളയുണ്ട്. 14-ാം തീയതി തുടങ്ങും ആലപ്പുഴ. അത് കഴിഞ്ഞ് 30 ഡിസംബർ 1-2 തീയതികളിൽ കൊല്ലത്താണ്. അപ്പോൾ ഇവിടെ പുസ്തക പ്രേമികളും പുസ്തകം വായിക്കുന്നവരും ഗ്രാൻഡോടുകൂടിയുള്ള വായനശാലകളിൽ പ്രവർത്തിക്കുന്നവരുമായ എല്ലാവരോടുമുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വന്ന് അവാർഡ് വാങ്ങുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഈ പുസ്തകമേള സന്ദർശിക്കുകയും താല്പര്യമുള്ള ഗ്രന്ഥങ്ങളോ വൈജ്ഞാനിക മറ്റ് ഗ്രന്ഥങ്ങളോ വാങ്ങാൻ കൂടി മനസ്സ് കാട്ടണമെന്നാണ്. മറ്റൊന്ന്, ഇവിടെ വിവിധ തലങ്ങളിൽ ജീവിത വൃത്തിയുമായി കഴിയുന്ന എല്ലാവർക്കും അവാർഡ് ദാനമുണ്ട്. അതിൽ കൂടുതലും ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് കവികളാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. സാഹിത്യത്തിൽ നിന്ന് കവികളാണ് ഇവിടെ സാധാരണ കൂടുതൽ വരാറുള്ളത്. ആ കവികൾ തന്നെ അത്യുന്താധുനിക കവികളും അതിൽ 90% പേരും ഗദ്യകവികളുമാണ്. ആ കവികളോടായിട്ട് 2 വാചകങ്ങൾ പറയാം. നിങ്ങൾ കവിത എഴുതുന്നത് ഒരു കണ്ടുപിടുത്തമാകണം, ഒരു ശാസ്ത്രമാകണം. നിങ്ങളിൽ ഒരു വൈജ്ഞാനികപരമായിട്ടോ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഗവേഷകനായിട്ടോ ശാസ്ത്രജ്ഞനായിട്ടോ നിങ്ങളുടെ രചനകൾ മാറണം. പുതിയതായവ ഒരെണ്ണം നിങ്ങൾ പ്രസ്താവനയായി ഇറക്കണം. ഒരു മഹാകവിയുടെ അവസാനത്തെ കൃതിയായ അവസാനത്തെ അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: അന്തിമമാ മണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ രഹസ്യമാരതും. എന്താണ് അതിൻ്റെ? ആശാൻ കണ്ടുപിടിച്ച ഒരു പുതിയ തത്വമാണ്. അതുപോലെ നിങ്ങളും കണ്ടുപിടിക്കണം. ഒരു മലര് അതിൻ്റെ ഓരോ ദളങ്ങളും അടിക്കടി മണ്ണിലേക്ക് നിവേദിക്കുന്നതിന് മുമ്പ്
അതിൻ്റെ ഓരോ മണവും കാറ്റിന് അർപ്പിച്ചിട്ടാണ് വരുന്നത്. ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ്. അത് മഹാകവി ആശാനല്ലാതെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ കവികളിലും നിങ്ങളിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഭാവനയും ഉദിക്കട്ടെ എന്ന് മാത്രം ഈ വേളയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സമയക്കുറവാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിനും അവാർഡ് കൈമാറുന്നതിനുമായി ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലചന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനരെ, ഇന്ന് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഓഫീസ് റൂമിലിരിക്കുമ്പോൾ നമ്മുടെ കേരള സർവകലാശാലയിലെ 2 പ്രൊഫസർമാരെന്നെ കാണാൻ വന്നു. അവരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാൻ വന്നതാണ്. ഞാൻ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നിവിടെ ആദ്യം ആശംസകൾ നേർന്ന ഡോക്ടർ ജയദേവൻ സാർ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. സൂര്യകവി. അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മുടെ ഡയറക്ടർ ജനറൽ പറഞ്ഞു 3000-ലധികം കവിതകൾ എഴുതിയ, സൂര്യ കവിതകൾ എഴുതിയ ആളാണ് എന്ന്. 3000-ലധികമല്ല, 4000-ഓളം സൂര്യ കവിതകൾ. ഓരോ ദിവസവും സൂര്യനെ നോക്കി ഒരു കവിത എഴുതും. ഓരോ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ പുള്ളി 3 മണിക്ക് എണീറ്റ് സൂര്യനെ നോക്കി ഒരു കവിത എഴുതും. സൂര്യോദയത്തിന് മുമ്പ്. നാളെ എന്തെഴുതുന്നു എന്ന് അദ്ദേഹത്തിന് ഇന്നറിയില്ല. നാളെ പ്രഭാതത്തിൽ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ മാത്രമേ പുള്ളി ഉണർന്ന് പുള്ളിക്ക് എഴുതാൻ കഴിയുന്നുള്ളൂ. അത്തരത്തിൽ 4000-ഓളം കവിതകൾ എഴുതിയ സൂര്യകവി ഡോക്ടർ ജയദേവനെയാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പരിചയപ്പെട്ട ആദ്യ ആശംസകൾ അർപ്പിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ ആ പ്രൊഫസർമാരോട് പറഞ്ഞു, ഇത് ഡോക്ടർ ജയദേവനാണ്. അദ്ദേഹം ഇങ്ങനെ സൂര്യകവിത എഴുതുന്നത്, സൂര്യകവിത ജയദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ അദ്ദേഹം ഒരു കവിത എഴുതാറുണ്ട്. അദ്ദേഹത്തിന് തലേ ദിവസം അറിയാൻ കഴിയില്ല താൻ എന്ത് കവിതയാണ് പിറ്റേ ദിവസം എഴുതാൻ പോകുന്നത് എന്ന്. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം കവിത എഴുതി ആ കവിത ഉച്ചത്തിൽ ചൊല്ലും, സൂര്യനെ ഉണർത്താൻ വേണ്ടി. അങ്ങനെ ചൊല്ലുന്ന കവിത എഴുതുന്ന ആളാണ് എന്ന് കേട്ടപ്പോൾ ഈ പ്രൊഫസർമാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളൊന്ന് ദേഹത്ത് തൊട്ടോട്ടെ എന്ന്. ഞങ്ങളൊന്ന് ദേഹത്ത് തൊട്ടോട്ടെ എന്ന്. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ എപ്പോഴും വന്നു പോകുന്ന ജയദേവൻ സാറിൻ്റെ ദേഹത്ത് ഒന്ന് തൊട്ടോട്ടെ എന്ന് തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ 2 പ്രൊഫസർമാർ ചോദിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അങ്ങനെയുള്ളൊരു മഹാനാണല്ലോ നമ്മുടെ ഇടയിൽ ഇങ്ങനെ വന്ന് നമുക്കിടയിലൂടെ ഒരു സാധാരണക്കാരനായി നടന്നു പോകുന്നത് എന്ന് ഓർത്തപ്പോൾ അഭിമാനവും വാസ്തവത്തിൽ ആവേശവും തോന്നി. അതുപോലുള്ള എത്ര മഹത്തുക്കളെയാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കാൻ കഴിഞ്ഞത്. ഇന്നിതാ ഡോക്ടർ ഷാജു അടക്കമുള്ള ആളുകൾ വന്നിരിക്കുകയാണ്. ഡോക്ടർ ഷാജുവിനെ ആളറിയുന്നതൊരു ടെലിവിഷൻ താരമായിട്ടാണ്, നാടക നടനായിട്ടാണ്. അദ്ദേഹം വളരെ ശ്രദ്ധേയനായ ഒരു ഡോക്ടറാണ്, ഭിഷഗ്വരനാണ്, ജനപ്രിയനായ ഡോക്ടറാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന്. ആരോ ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ഒരു വേഷം ചെയ്യാൻ പറ്റിയ ആളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ താരമാക്കാൻ ക്ഷണിച്ചു. ഇല്ലേ ഡോക്ടർ? അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്.
അത്തരത്തിൽ എത്ര എത്ര മഹത് വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു മേൽശാന്തി. നാം ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖശാസ്ത്രം അനുസരിച്ച്, പുള്ളിക്ക് സാമുദ്രിക ശാസ്ത്രം അനുസരിച്ച് നമ്മളൊക്കെ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് സാമാന്യേന മനസ്സിലാക്കാനുള്ള ആത്മബോധമുള്ള വ്യക്തിയാണിത്. കാസർഗോഡ് നിന്നും മറ്റൊരാചാര്യൻ, എത്ര എത്ര മഹത്തുക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഇവിടെ വന്ന് നിന്ന് സോപാന സംഗീതം ചൊല്ലി. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിച്ച കാലഘട്ടത്തിൽ, 75-ാം വർഷം ആഘോഷിച്ച കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ഒന്നാകെ ചിന്തിച്ചു ഭാരതം ലോകത്തിന് ഒന്നാമത്തെ സ്ഥാനത്തെത്തണമെന്ന്. നമ്മുടെ ഭരണകർത്താക്കൾ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ വിവിധ രംഗങ്ങളിലെ വ്യക്തികൾ പറഞ്ഞു ഭാരതം ലോകത്ത് ഒന്നാമത്തേതായി മാറണമെന്ന് ആഗ്രഹം. നമ്മുടെ മനസ്സിൽ ലോകത്ത് ഒന്നാമതായി നമ്മുടെ രാജ്യം മാറണമെന്ന് ആഗ്രഹമുണ്ട്. രാജ്യം വളരുകയാണ്. അപ്പം ഈ രാജ്യം ഒന്നാമതായി എത്തുന്ന നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഒന്നാമതായത്? ഒന്നാമതെത്തുവാനുള്ള ചുവടുവയ്പ് നടത്തുന്നത് കേവലം ഒരു പിടി രാഷ്ട്രീയക്കാരുടെ മാത്രം, അല്ലെങ്കിൽ ഒരു പിടി ഈ ഭരണകർത്താക്കളുടെ മാത്രം അധ്വാന ഫലമല്ല എന്ന് നമുക്കറിയാം. ഈ രാജ്യത്തെ ചെറുതും വലുതുമായുള്ള അനേകം കോടി ആളുകളുടെ അത്യധ്വാനമാണ് സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ. ഭാരതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത് അത് കലയിലായാലും സംസ്കാരത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും കൃഷിയിലായാലും കച്ചവടത്തിലായാലും ശാസ്ത്രത്തിലായാലും സാങ്കേതിക വിദ്യ ആയാലും ഏത് രംഗത്തായാലും ഭാരതീയരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മഹത്തായ പങ്ക് വഹിച്ച മഹത്തുക്കളെ കണ്ടെത്തി ആദരിക്കുവാൻ ഭാരതീയ സമാജം തീരുമാനിച്ചു. അവർ രാജ്യത്തിൻ്റെ സേവകരാണ്, ഭാരത് സേവകരാണ്. അവർ ദേശീയ ബഹുമതി നൽകി അംഗീകരിക്കുവാൻ, ആദരിക്കുവാൻ തീരുമാനിച്ചു. വിവിധ രംഗങ്ങളിലുള്ള ആളുകൾ, മഹത്തുക്കൾ, മഹാപ്രതിഭകൾ, അവരെ കണ്ടെത്തി ആദരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ടെത്തി ആദരിക്കുവാൻ തീരുമാനിച്ചതിൽ ഒരു വലിയ സംഘം ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ എത്ര മഹത്തുക്കളെയാണ് ഭാരതീയ സമാജത്തിന് ആദരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊരു വേദിയിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയധികം ആളുകളെ ഒന്നിച്ചിരുത്തി, സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളെ ഒന്നിച്ചിരുത്തി ഒരു ആദരവ് നൽകുന്ന മറ്റൊരു വേദിയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം അത്തരമൊരു സമ്മേളന വേദിയാണ് BSSൻ്റെ രാജ്യത്തൊട്ടാകെ നടക്കുന്ന ഇത്തരത്തിലുള്ള ആദരവിൻ്റെ സമ്മേളനങ്ങൾ. ഇവിടെ നാം കാണുന്നത് എന്താണ്? അറിവിൻ്റെ പങ്കുവയ്ക്കലാണ്. കൂടുതൽ ആളുകൾ അറിവ്, തങ്ങൾക്ക് എന്തറിയാം, ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടാണ് കൂടുതൽ ആളുകളും ഇവിടെ പ്രകടിപ്പിച്ച് അവരുടെ ജീവിതയാത്രയെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ നാം കേട്ടത്. അറിവാണല്ലോ പ്രധാനം. അറിവ് പങ്കുവയ്ക്കുക എന്നതൊരു മഹാകാര്യമാണ്. അറിവ് കൂടിക്കൊണ്ടേയിരിക്കണം. ഇന്ന് നാം അറിഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അറിവിൻ്റെ ലഭ്യതയ്ക്ക് അതിരുകളില്ല. അറിവിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കണം, അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. ആ അറിവ് നേടുവാനുള്ള ഒരു പ്രചോദനമായി ഭാരതീയ സമാജത്തിൻ്റെ ഈ ഉപഹാരം സഹായകമാകുമ്പോൾ അതിലാണ് BSS അഭിമാനിക്കുന്നത്. അറിവ് നേടുവാൻ, അറിവ് പങ്കുവയ്ക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുമെങ്കിൽ അതിലാണ് ഭാരതീയ സമാജം സന്തോഷിക്കുക. അറിവ് നേടുക, അറിവ് പങ്കുവയ്ക്കുക. അറിവ് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ അറിവ് കൂടും. നാം ആജീവനാന്തം പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. ഭാരതീയ സമാജ് ദേശീയ തലത്തിൽ പറയുന്ന ഒരു അജണ്ടയുണ്ട്, റിട്ടയർമെൻറ്റ് വേണ്ട എന്ന്. 55, 56, 60 ഒക്കെ വയസ്സ് കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ ഒതുക്കിയിരുത്തപ്പെടുന്ന ആ അവസ്ഥ, സാമൂഹ്യ ചിന്ത മാറണം. ജപ്പാനിലൊക്കെ 100, 110 വയസ്സ് ആളുകൾ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നു. അവിടെ റിട്ടയർമെൻ്റ് ഇല്ല. ആ രാജ്യത്ത് ജോലി അവസരം കൂടുകയാണ്. അവിടുത്തെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ കൈമാടി വിളിക്കുകയാണ്, വരൂ,
തൊഴിൽ തരാം, വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ രാജ്യത്തും അതേ അവസ്ഥ ഉണ്ടാകണം. ഇവിടെയും റിട്ടയർമെൻറ്റ് വേണ്ട എന്നാണ് ഭാരതീയ സമാജത്തിലെ കാഴ്ചപ്പാട്. ആളുകൾ വിരമിക്കരുത്. ആളുകൾ ജീവിതാവസാനം വരെ പ്രവർത്തിക്കാൻ കഴിയുന്ന കാലം അത്രയും തന്നെ അവരുടെ അറിവ്, ജ്ഞാനം പൊതുസമൂഹവുമായി പങ്കുവയ്ക്കാൻ പ്രാപ്തിയുള്ളവരായി മാറണം. അറിവ് എന്നത് നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് മാത്രമല്ല, ജീവിതത്തിലൂടെ കർമ്മത്തിലൂടെ കിട്ടുന്ന അറിവും വളരെ വലുതാണ്. അനുഭവത്തിൻ്റെ അറിവ് മഹത്തായ അറിവാണ്. മഹാഭാരത യുദ്ധശേഷം അധികാരമേൽക്കുവാൻ യുധിഷ്ഠിരൻ പോകുമ്പോൾ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെയും കൂട്ടി നേരെ ഭീഷ്മാചാര്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ശരശയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഭീഷ്മരോട് അഭ്യർത്ഥിക്കുകയാണ്, പിതാമഹൻ യുധിഷ്ഠിരന് രാജ്യഭാരത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് ഭീഷ്മർ പറഞ്ഞു, അല്ലയോ ഭഗവാൻ, അങ്ങല്ലയോ അറിവ്, അങ്ങുള്ളപ്പോൾ നാം എന്തറിവാണ് പകർന്നു നൽകേണ്ടത് എന്ന് ഭീഷ്മ പിതാമഹൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പറഞ്ഞൊരു മറുപടിയുണ്ട്. നാം അറിവാണ്, പക്ഷെ അങ്ങ് അനുഭവത്തിൻ്റെ അറിവാണ്. അനുഭവത്തിൻ്റെ അറിവ് അങ്ങ് പകർന്നു നൽകണം എന്നാണ്. അനുഭവത്തിൻ്റെ അറിവ്, ജീവിതത്തിൽ അനുഭവത്തിൻ്റെ അറിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ അനുഭവത്തിൻ്റെ അറിവ് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവത്തിൻ്റെ അറിവ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് പങ്കുവയ്ക്കുവാനുള്ള കരുത്ത്, കർമ്മം നമുക്കുണ്ടാവണം. അറിവ് നേടുവാനും അറിവ് പങ്കുവയ്ക്കുവാനും അറിവിൻ്റെ വക്താക്കളായി മാറുവാനും ഓരോ ആളുകളും അറിവുള്ള സമൂഹമായി നമ്മുടെ സമൂഹം മാറണം. ലോകത്തെ ഏറ്റവും വലിയ അറിവുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് നമ്മുടെ രാജ്യത്തെ ആളുകൾ നേട്ടമല്ല, പണ്ടായിരുന്നു. ലോകത്ത് ഏറ്റവും വലിയ ജ്ഞാനികളുള്ള ഒരു സമൂഹമായിരുന്നു ഭാരതീയർ. ആ ഭാരത സങ്കല്പമൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ അറിവിൻ്റെ വിജ്ഞാന ഭണ്ഡാകാരങ്ങളെ ഇന്ന് നളന്ദയിലെയും തക്ഷശിലയിലെയും ലൈബ്രറികൾ പോലും അഗ്നിക്കിരയാക്കപ്പെട്ട സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ നാം അതൊക്കെ വീണ്ടെടുക്കണം. അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ പുത്തൻ വഴികൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയണം. അറിവ് തേടണം, അറിവ് തേടിക്കൊണ്ടേയിരിക്കണം. ആ തേടുന്ന അറിവിൽ നമ്മുടെ സമൂഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവയിലൂടെ നമ്മുടെ പുത്തൻ സമൂഹ സൃഷ്ടിക്കായി നേതൃത്വം നൽകുവാൻ, അവരുടെ മുന്നിൽ വെളിച്ചമായി നിൽക്കുവാൻ. അറിവ് വെളിച്ചമാണ്, ആ വെളിച്ചമാണ് ഈശ്വരൻ. ദൈവം വെളിച്ചമാണ്, ആ വെളിച്ചമാണ് അറിവ്. ആ അറിവിൻ്റെ പ്രതീകങ്ങളായി ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തായി പുരസ്കാര സമർപ്പണമാണ്. ആദ്യമായി ശ്രീ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി, അദ്ദേഹത്തിന് വേണ്ടി മകൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ഡോക്ടർ ഷാജു, ശ്രീമതി പി ഐവി, മാസ്റ്റർ ശിവഹരി, ശ്രീമതി സുനിത ശശി, ശ്രീ മനോജ് ഗംഗാധർ, ശ്രീ റിജു നായർ, ശ്രീ എം വി രത്നകുമാർ, ശ്രീ സുമേഷ് കുമാർ, ശ്രീ ഫ്രെഡി പൗലോസ്, ശ്രീ ടോമി തന്നിട്ടാമാക്കൽ, ശ്രീ പരമേശ്വരൻ കല്ലറ, ശ്രീ ചെമ്പോള്ളി ശ്രീനിവാസൻ,
ശ്രീ അലോഷ്യസ് പെരേര, ഡോക്ടർ സനൽ കൃഷ്ണൻ, ശ്രീ ഉള്ളന്നൂർ ഗിരീഷ്, ഡോക്ടർ സി പി ഓസ്റ്റിൻ രാജ്, ശ്രീമതി വി ടി ശോഭന, ശ്രീ കെ ബാലസുബ്രഹ്മണ്യൻ, ശ്രീ കെ രാജേന്ദ്രൻ, ശ്രീമതി ബീന സത്യൻ, ഡോക്ടർ കെ ബാലകൃഷ്ണൻ നായർ, ശ്രീ പ്രസാദ് യാദവ്, ശ്രീ രാജൻ പി ശ്രീലയം, ശ്രീമതി കുസുമം രാധാകൃഷ്ണൻ, ശ്രീമതി ശ്രീജ, ശ്രീമതി ഗീത പി ഡി സായന്തനം, ശ്രീ അതി ഭഗവാൻ, ശ്രീമതി സ്നേഹ പി എസ്, ശ്രീമതി സംഗീത സി സി, ശ്രീമതി ഗീത വിജയൻ, കുമാരി ദേവനന്ദ കെ എസ്, കുമാരി അഞ്ജന പി വി, കുമാരി കാർത്തിക റെന്നി, കുമാരി ഹരിപ്രിയ യു, ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ, ശ്രീമതി മിനി മോഹനൻ, നാട്യശ്രീ പ്രീതി ബേബി, ശ്രീമതി പുഷ്പ അനിൽ, നാട്യശ്രീ സുരഭി എം, ശ്രീമതി ലെനിന ആർ, ശ്രീമതി പുഷ്പ കൊളവയൽ, ശ്രീമതി ശ്രീലത വാര്യർ, ശ്രീമതി രമ്യ ആർ, ശ്രീമതി പ്രജീഷ നകുൽ, നാട്യശ്രീ ഗോകുലം ബിന്ദു പ്രദീപ്, ശ്രീമതി ഗ്രേസി കെ വി, ശ്രീമതി നാട്യശ്രീ ലെവന ലെവൻ, ശ്രീ എളവൂർ വിജയൻ, കലാമണ്ഡലം നാട്യശ്രീ രാജലക്ഷ്മി, നാട്യശ്രീ ആർച്ച നിശാന്ത്, നാട്യശ്രീ പ്രിയങ്ക രാജേന്ദ്രൻ ജെ. ഇനിയും എത്തിച്ചേരാനുണ്ടായിരുന്ന രണ്ടുപേരിലെ നാട്യശ്രീ ദൃശ്യേഷ് നായർ വന്നിട്ടുണ്ട്. കൊല്ലം സ്വദേശിയാണ്. കേരള നടനം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവ ചെയ്തു വരുന്നു. വിവിധ സ്കൂൾ, സബ് ജില്ലാ,
ഭാരതീയ കലോത്സവം അങ്ങനെയുള്ളതിലെല്ലാം ജഡ്ജായി പോകാറുണ്ട്. ഡാൻസ് അക്കാഡമി നടത്തുന്നു. വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകളും നൃത്ത സംവിധാനവും ചെയ്യുന്നു. നൃത്ത അധ്യാപികയായി പ്രവർത്തിക്കുന്നു. ശ്രീമതി സുനിത ബുഹാരി വന്നിട്ടുണ്ടോ? ഗായിക, സ്വയം സംരംഭക, ചാരിറ്റി പ്രവർത്തക. കുഞ്ഞുനാളിലെ മുതൽ സംഗീതം പഠിച്ചു തുടങ്ങിയാണ്. നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പ്രശസ്ത ഹോട്ടൽ ശൃംഖലയായ ബുഹാരി ഹോട്ടലിൻ്റെ ചുക്കാൻ 2005 മുതൽ ഏറ്റെടുത്തു. ഹോട്ടൽ ബിസിനസ് രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇശൽ സാംസ്കാരിക സമിതി, മലയാളവേദി, മുഹമ്മദ് റാബി ഓഫി ഗ്ലോബൽ ഫൗണ്ടേഷൻ അങ്ങനെ ധാരാളം സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. സംരംഭക എന്ന നിലയിലാണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. പ്രദർശിപ്പിക്കുന്നതിനായി ഭാരത് സേവക് സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, വളരെ അഭിമാനകരമായ ഭാരത് സേവക് സമാജിൻ്റെ ചരിത്രത്തിലെ അഭിമാനകരമായ മുഹൂർത്ത നിമിഷങ്ങളാണ് ഇവിടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. വളരെ അഭിമാനത്തോടുകൂടി നൽകുവാനും വളരെ അഭിമാനത്തോടുകൂടി സ്വീകരിക്കുവാനും കഴിയുന്ന ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരം ഭാരത് സേവക് ഓണറാണ് ഇവിടെ നൽകി കഴിഞ്ഞത്. അഭിമാനകരമായി സ്വീകരിക്കുവാനും അഭിമാനകരമായി നൽകുവാനും കഴിയുമെന്നുള്ളത് ഇവിടെ ആശംസ പ്രസംഗങ്ങൾ നടത്തിയ ഡോക്ടർ ജയദേവൻ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ പരാമർശിച്ചതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ തന്നെയും ഡോക്ടർ BS ബാലചന്ദ്രൻ അവരുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ഭാരത് സേവക് സമാജ് ന്യൂഡൽഹി 2019 ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. സാമൂഹ്യ സേവന രംഗത്തെ മികവിന് വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നൽകി വരുന്ന ദേശീയ പുരസ്കാരം ഭാരത് സേവക് ഓണർ. വിവിധ സംസ്ഥാനങ്ങളിലും ഭാരത് സേവക് ഓണർ നൽകി വരുന്നുണ്ട്. അവിടെയൊക്കെ ഈ അഭിമാനകരമായ നിമിഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർക്ക് ഭാരത് സേവക് സമാജിൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാറിനും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ ആരോഗ്യ പ്രശ്നത്താൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ വന്നു. ശ്രീമതി മഞ്ജു ശ്രീകണ്ഠന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ജോയിന്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധുവിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. സർവോപരി ഇവിടെ അവാർഡ് സ്വീകരിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ സുമനസ്സുകൾക്കും ഭാരത് സേവക് സമാജിൻ്റെയും എൻ്റെയും പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्ज्वल जलति तरंगा तव शुभ नामे जाहे तव शुभ आशीष माहे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे.